പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം വീണ്ടും കർത്താവിൻ്റെ സന്നിധി നമുക്കായിരിക്കാൻ ദൈവ സാവകാശങ്ങളെ ഒരുക്കുന്നു. പ്രാർത്ഥനയോടെ നമ്മൾ തീർമാനമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വചനഭാഗത്തിൻ്റെ വേറൊരു ഭാഗം നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നു. ബൈബിൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ടുള്ളതാണ്. ബൈബിളിലെ അനുഗ്രഹീതരായ ദൈവം ഉപയോഗിച്ച ഓരോ ബൈബിൾ കഥാപാത്രങ്ങളും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാൻ ഇടയായിത്തീരും എന്നുള്ളൊരു സന്ദേശമാണ് ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്. ആമേൻ. മൊർദെഖായിയെ നമുക്ക് നല്ലവണ്ണം അറിയാം. മൊർദെഖായി യഹൂദനായ അനുഗ്രഹീതനായ ഒരു ദൈവ മനുഷ്യനായിരുന്നു. പ്രവാസ കാലഘട്ടത്തിൽ ആ ബാബിലോണിൽ എസ്തേർ വഴി ആ യഹൂദന്മാരെ രക്ഷിക്കുവാൻ ദൈവം ഉപയോഗിച്ച അനുഗ്രഹീതനായ കഥാപാത്രം മൊർദെഖായി. കൊട്ടാരത്തിൻ്റെ വാതിക്കൽ ആമേൻ ഒരു ചെറിയ ജോലി, അത് ഏത് തരത്തിലുള്ളതാണെന്ന് നമുക്കറിയത്തില്ല, എങ്കിലും അവിടെ ഇരിക്കുന്ന ഒരു പ്രത്യേക ഒരു ക്രമീകരണം നമുക്കറിയാം. അവിടെ അവനായിരിക്കുന്ന സമയത്ത് ബിഗ്ദാന, തേരസ് എന്ന് പറയുന്ന രണ്ട് പേര് അഹശ്വേരോശ് രാജാവിനെ കയ്യേറ്റം ചെയ്യാനായിട്ട് ശ്രമിച്ചു. അഹശ്വേരോശ് രാജാവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഇത് ആര് മനസ്സിലാക്കി? മൊർദെഖായി മനസ്സിലാക്കി. മൊർദെഖായി ഇത് എസ്തേറിനോട് പറയുകയും എസ്തേർ രാജാവിനോട് അറിയിക്കുകയും അവരെ വിസ്തരിച്ചപ്പോൾ കാര്യം സത്യമാണെന്ന് കണ്ടിട്ട് അവരെ രണ്ടുപേരെയും കൊന്നുകളഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഒരു പാരിതോഷ്യം ഇവിടെ കൊടുക്കണ്ടേ, ഒരു റിവാർഡ് ഇവിടെ കൊടുക്കണ്ടേ? ജീവനെ അരിച്ചിച്ചത്. നമുക്കറിയാം, ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുമ്പോൾ അവരെ ആദരിക്കുന്ന ഒരു പ്രവണത ഏതൊരു കാലഘട്ടത്തിലും മനുഷ്യന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ രാജാവിനെ രക്ഷിച്ച മൊർദെഖായിക്ക് ഒന്നും കൊടുത്തില്ല. ആമേൻ. ഇവിടെ മൊർദെഖായി അനുഷ്ഠിച്ച ഒരു മാതൃകയാണ് നമുക്ക് പിൻപറ്റാനായിട്ട് കഴിയേണ്ടത്. ഹല്ലേലൂയ. ദൈവനാമ നിമിത്തം പ്രാർത്ഥിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ചിലരെ സഹായിച്ചതുകൊണ്ടോ ചിലപ്പോൾ അവർ മറന്ന് കളഞ്ഞാലും ദൈവം നമ്മളെ മറക്കത്തില്ല എന്നുള്ള സന്ദേശമാണ് ഞാൻ നിങ്ങളോട് കൈമാറുന്നത്. വായിക്കാം. 6-ാമത്തെ അധ്യായം, എസ്തേറിന്റെ പുസ്തകം, 3-ാം വാക്യം. ഇതിനു വേണ്ടി മൊർദെഖായിക്ക് എന്ത് ബഹുമാനവും പദവിയും കൊടുത്തു എന്ന് രാജാവ് ചോദിച്ചു. ഒന്നും കൊടുത്തിട്ടില്ല എന്ന് രാജാവിനെ സേവിച്ചു നിന്ന ഭൃത്യന്മാർ പറഞ്ഞു. പ്രാകാരത്തിൽ ആരുള്ളൂ എന്ന് രാജാവ് ചോദിച്ചു. എന്നാൽ ഹാമാൻ മൊർദെഖായിക്ക് വേണ്ടി താൻ തീർപ്പിച്ച കഴിവിന്മേൽ അവനെ തൂക്കിക്കളയേണ്ടതെന്ന് രാജാവിനോട് അപേക്ഷിപ്പാൻ രാജധാനിയുടെ പുറത്ത് പ്രാകാരത്തിൽ വന്ന് നിൽക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ടൈമിംഗ് ഉണ്ടോ? ആ വിഷയത്തിനകത്ത് ദൈവത്തിനൊരു മാന്യത ഈ സമയത്ത് കൊടുക്കണമെന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ തിരുഹൃദയത്തിനകത്തുണ്ടായിരുന്നത്. അന്നത് കൊടുത്തായിരുന്നെങ്കിൽ ഒരിക്കലും ഇപ്പോഴത്തെ ഒരു മാന്യതയായിട്ട്, ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധിയിൽ ഒരു മാന്യതയായിട്ട് തീരത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ പലിശയും കൂട്ടുപലിശയും സഹിതം കഴുകുമരമുണ്ടാക്കിയ ഹാമാനെ കൊണ്ട് തന്നെ അത് കൊടുക്കുവാനിടയായെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ കരമാണ്. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇന്നലകളിൽ നീ ചെയ്ത ചില നല്ല പ്രവൃത്തികൾ, വില കൊടുത്ത് ചിലരെ സഹായിച്ചത് അവർ മറന്നു കളഞ്ഞേക്കാം. പക്ഷേ ഓർക്കുന്നൊരു സ്വർഗമുണ്ട്. നിൻ്റെ ജീവിതത്തിനകത്തൊരു ട്രബിൾ വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ ഹല്ലേലൂയ, അതൊരു നന്മയായിട്ട് മാറും. ആമേൻ. പ്രൈസ് ടു ജീസസ്. ദൈവം നിന്നെ ആദരിക്കും കുഞ്ഞെ. ദൈവം നിന്നെ ഓർക്കും കേട്ടോ. മനുഷ്യർ ഓർക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. ദൈവം എന്നെ ഓർത്താൽ മതി എന്നങ്ങ് പറഞ്ഞാൽ മതി. ബാക്കി കാര്യം അത് നന്മയ്ക്കായിട്ട് തീരും. ഈ ഭാഗം നിങ്ങൾ നോക്കിയേ, 3 പേരുടെ ഉറക്കം അവിടെ കെടുകയാണ്. ഒന്ന്, മൊർദെഖായിയുടെ ഉറക്കം കെടുന്നു. എന്തിനു വേണ്ടിയാണ് മൊർദെഖായിയുടെ ഉറക്കം കെടുന്നത്? അവനെതിരായിട്ട് 50 മുഴം ഉയരമുള്ള കഴുമരം ഉണ്ടാക്കുക. ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. ഹാമാൻ്റെ ഉറക്കവും കെടുക. എന്തിനാ? ആമ കഴുമരം ഉണ്ടാക്കി അതിന് മേലെ കയറ് തൂക്കാൻ. രാജാവിൻ്റെ ഉറക്കവും കെടുകയാണ്. രാജാവിൻ്റെ ഉറക്കം കേട്ടപ്പോൾ എന്ത് ചെയ്തു? ദിനവൃത്താന്ത പുസ്തകം എടുത്ത് വായിച്ചു. അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്ന കണ്ടു. ഹാമാൻ വന്ന് നിൽക്കുക, മൊർദെഖായിയെ കൊല്ലാൻ അനുവാദം മേടിക്കാൻ. ആ ഹാമാനോട് തന്നെ ദൈവത്തിൻ്റെ ഇടപെടൽ കണ്ടോ? ആമേ ഈ പറഞ്ഞതൊക്കെയും മൊർദെഖായിക്ക് പോയി ചെയ്യാനായിട്ട് അങ്ങോട്ട് പറഞ്ഞു. ഒന്നും കുറച്ചും കളയില്ലെന്ന് പറഞ്ഞു, ഒട്ടും കുറച്ച് കളയില്ലെന്ന് പറഞ്ഞു കേട്ടോ. അവനെ കൊല്ലാനുള്ള അനുവാദം മേടിക്കാനാണ് വന്നത്. പക്ഷെ അവനെ രാജവസ്ത്രം ധരിപ്പിച്ച് രാജവീതിയിലൂടെ കൊണ്ടുപോകണമെന്ന് ദൈവത്തിൻ്റെ നിയോഗമായിരുന്നു, ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. അത് സംഭവിച്ചെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവവൈതലേ,
നിൻ്റെ ജീവിതത്തിനകത്ത്, നിൻ്റെ കുടുംബജീവിതത്തിനകത്ത്, നിൻ്റെ തലമുറയുടെ വിഷയത്തിൽ ഇതുപോലൊരു അത്ഭുതം ദൈവം ചെയ്യാൻ പോവാം. ന്യായമായിട്ടും അവകാശമാക്കേണ്ട പലതും അന്യായമായിട്ട് കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നവരുടെ ചില തിക്തമായ അനുഭവങ്ങളും വേദനകൾ നിമിത്തം പ്രയാസപ്പെടുന്ന ചിലർ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. നിങ്ങളോട് ആ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്, നീ ഈ തലമുറയിൽ മൊർദെഖായി ആണെങ്കിൽ അങ്ങനെ ഒന്നും നിന്നെ തകർക്കാൻ പറ്റത്തില്ല. പലിശയും പലിശയും സഹിതം ദൈവം അത് മടക്കി തരാനിടയായിത്തീരും. ഇവിടെ മൊർദെഖായി അനുഷ്ഠിച്ചൊരു മാതൃക നമുക്ക് പിൻപറ്റാവുന്നതാണ്. എന്താ? മൊർദെഖായി അതിൻ്റെ നന്മ ചോദിച്ചുകൊണ്ട് പോയില്ല. 2, ആമേൻ, ഒരു വിഷയമുണ്ടാകുന്നത് കണ്ട് അവൻ രാജസന്നി അറിവ് കൊടുത്തു. ഇത് 2 നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഇടയായാൽ നമ്മുടെ ജീവിതം ഏറ്റവും പവർഫുള്ളായിട്ട് മാറും, അനുഗ്രഹമായിട്ട് മാറും. ആ കർത്തവ്യങ്ങൾ ഈ പ്രഭാതത്തിൽ മേൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ദേശം ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഇതുവരെ കാണാത്ത വലിയ ദൈവപ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ന്യായമായിട്ടും അവർക്ക് അനുഭവപ്പെടേണ്ട സകല നന്മകളും തിരികെ കിട്ടട്ടെ. ശത്രു കവർന്നു കൊണ്ടുപോയത് ഉൾപ്പെടെ എല്ലാം തിരികെ ലഭിക്കട്ടെ കർത്താവേ, യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.